ഹായ് ഓൾ, വെൽക്കം ടു അഡാപ്റ്റ് 24/7 മലയാളം കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്ക്ലി റൗണ്ടപ്പാണ്. കഴിഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം, എല്ലാത്തിന്റെയും ആൻസേഴ്സ് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ, ഓർമ്മയിൽ വന്ന ആളുകളുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മാക്സിമം ആൻസേഴ്സ് ഓർത്തെടുത്ത് പറയാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, നമ്മുടെ അഡാ 247 മലയാളം യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളത്തിൽ കറണ്ട് അഫെയർ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ഫോളോ ചെയ്യാം. അപ്പൊ അതിന്റെ നോട്ട്സ് ഒക്കെ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സസ് ചെയ്യാറുണ്ട്. അതിന്റെ നോട്ട്സ് ആണെങ്കിലും പിന്നെ അതിന്റെ വീക്ക്ലി റൗണ്ടപ്പിന്റെ നോട്ട് ഒക്കെ ആണെങ്കിലും അതെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി, അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്പ്ലോർ ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ള ഒരു ഫോൾഡർ വരുന്നത് കാണാം. ഇത് എവിടെയായിട്ട് സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: Who has created history by becoming the first Indian to win a medal in judo at the 2024 പാരീസ് പാരാലിമ്പിക്സ്? 2024 പാരീസ് പാരാലിമ്പിക്സിൽ ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? പെട്ടെന്ന് ആൻസേഴ്സ് പറയുക. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, കപിൽ പർമാർ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് നമ്മുടെ ആൻസർ? കപിൽ പർമാർ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 2024 പാരീസ് പാരാലിമ്പിക്സിൽ ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? കപിൽ പർമാർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് മിനിസ്ട്രി റീസെന്റ് വൺ ദ നാഷണൽ അവാർഡ് ഫോർ ഗവേണൻസ് 2024 ഫോർ പോഷൻ ട്രാക്കർ ഇനീഷ്യേറ്റീവ്? പോഷൻ ട്രാക്കർ സംരംഭത്തിന് ഗവേണൻസ് 2024 ദേശീയ അവാർഡ് ഈയിടെ ഏത് മന്ത്രാലയമാണ് നേടിയത്? ഏതാണ്? ആൻസർ ഓർക്കുന്നുണ്ടോ? ഓപ്ഷൻ ബി ആണ്, മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് ഓർത്തിരിക്കും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പോഷൻ ട്രാക്കർ സംരംഭത്തിന് ഗവേണൻസ് 2024 ദേശീയ അവാർഡ് നേടിയ മന്ത്രാലയം ഏത്? ഏത് മിനിസ്ട്രിയാണ് നേടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: Coniacs who were in the news recently are the largest tribes of which state? ഏത് സ്റ്റേറ്റിലെ ട്രൈബ്സ് ആണ് കൊന്യാക്ക്? അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കൊന്യാക്കുകൾ ഏത് സംസ്ഥാനത്തെ ഗോത്ര വിഭാഗമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? ആൻസർ എന്താണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, നാഗാലാൻഡ്. അപ്പൊ കൊന്യാക്സ് നാഗാലാൻഡ് എന്നുള്ള ഓർത്തിരിക്കുക. കൊന്യാക്സ് നാഗാലാൻഡിലെ ഗോത്ര വിഭാഗമാണ് കൊന്യാക്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: റീസെന്റ് വേർ വാസ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ്? ഫസ്റ്റ് ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് എവിടെയാണ്? ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ എവിടെയാണ് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓർക്കുന്നുണ്ടോ? എവിടെയാണ്? ഓപ്ഷൻ സി അല്ലെ, ന്യൂഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ന്യൂഡൽഹിയിലാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തത്. ന്യൂഡൽഹിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ പാരീസ് പാരലിമ്പിക്സിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമതെത്തിയത് ചൈനയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈനയ്ക്ക് 220 മെഡൽസ് ആണ് കിട്ടിയത്. 94 ഗോൾഡ് മെഡൽസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതുപോലെ ബ്രിട്ടൻ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18th പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യക്ക് ആകെ 29 മെഡലുകളാണ് കിട്ടിയത്. അതിൽ 7 ഗോൾഡ് ഉണ്ട്, 9 സിൽവർ ഉണ്ട്, 13 ബ്രോൺസ് ഉണ്ട് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി ടോട്ടൽ മെഡൽസ് ഡിഡ് ഇന്ത്യ വിൻ അറ്റ് 2024 പാരീസ് പാരലിമ്പിക്സ്? നമ്മളൊരു കാര്യം പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ട 4 ഓപ്ഷൻസിൽ നിന്ന് നമ്മളൊരു ആൻസർ പിക്ക് ചെയ്തെടുക്കുന്ന തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കുറെ കൂടി നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കും. അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. എത്ര മെഡലുകളാണ് ഇന്ത്യ നേടിയത് 2024 പാരീസ് പാരലിമ്പിക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അല്ലെ, 29 മെഡലുകളാണ് നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ:
2024 പാരീസ് പാരലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ത്, അല്ലെങ്കിൽ മാസ്കോട്ട് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക. എന്തായിരുന്നു? ഓപ്ഷൻ സി അല്ലെ, ഫ്രീജിയൻ ക്യാപ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഫ്രീജിയൻ ക്യാപ്സ് എന്നുള്ള ഓർത്തിരിക്കുക. 2024 പാരീസ് പാരലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫ്രീജിയൻ ക്യാപ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ആരാണ് ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബിയറേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ക്ലോസിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബിയറേഴ്സ് ആരൊക്കെയായിരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡലും ആയിരുന്നു. ഭാഗ്യശ്രീ ജാദവും അതുപോലെ സുമിത് ആൻഡലും ആയിരുന്നു ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബിയറേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് ക്ലോസിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബിയറേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് ക്ലോസിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബിയറേഴ്സ് ആയിട്ടുണ്ടായിരുന്നതും ഓർത്തിരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഭാഗ്യശ്രീ ജാദവ്, സുമിത് ആൻഡൽ എന്നിവരാണ് പതാക ഏന്തിയത്. അതേസമയം പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് സമാപന ചടങ്ങിന്റെ പതാക വാഹകരായത് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ 2024 പാരീസ് പാരലിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ, സ്വർണ്ണ മെഡലുകൾ എത്രയാണ് നേടിയത്? നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ജി എന്ന് എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ജി എന്ന് എഴുതുന്ന സമയത്ത് അവിടെ ഒരു 7 എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ, 7. അപ്പോൾ 7 ഗോൾഡ് മെഡലുകളാന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. 7 ഗോൾഡ് മെഡലുകളാണ് നേടിയത്. ശരി, ഇനി വിച്ച് ഇന്ത്യൻ അത്ലറ്റ് ബിക്കം ദ ഫസ്റ്റ് ടു വിൻ 2 ഗോൾഡ് മെഡൽസ് അറ്റ് ദ പാരലിമ്പിക് ഗെയിംസ്? ഏത് ഇന്ത്യൻ താരമാണ് 2 പാരലിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഓപ്ഷൻ ബി ആണ് അവനി ലേഖ്ര എന്നുള്ളത് ഓർത്തിരിക്കുക. അവനി ലേഖ്രയാണ് 2 പാരലിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യത്തെ വ്യക്തി. 2 പാരലിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് അവനി ലേഖ്ര എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അവനി ലേഖ്രയെ പറ്റിയുള്ളത് തന്നെയാണ്. ഇൻ വിച്ച് ഈവന്റ് ഡിഡ് അവനി ലേഖ്ര വിൻ ഹർ ഗോൾഡ് മെഡൽ? അവനി ലേഖ്രയുടെ സ്വർണ്ണ മെഡൽ നേടിയ ഈവന്റ് ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓർക്കുന്നുണ്ടല്ലോ, ഓപ്ഷൻ സി ആണ് 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 അല്ലെ. ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അവനി ലേഖ്ര എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സിൽവർ മെഡൽസ് ഡിഡ് ഇന്ത്യ വിൻ അറ്റ് പാരീസ് 2024? 2024 പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര വെള്ളി മെഡലുകൾ നേടി? സിൽവർ മെഡൽ അല്ലെ. സിൽവർ മെഡൽസ് എത്ര എണ്ണമാണ് നേടിയത്? ഓർക്കുന്നുണ്ടല്ലോ, ഉത്തരം പറഞ്ഞോളൂ. 7 ഗോൾഡാന്ന് പറഞ്ഞു. അടുത്തത് 9 വെള്ളി മെഡലുകളാണ് നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര വെങ്കല മെഡൽ അല്ലെങ്കിൽ എത്ര ബ്രോൺസ് മെഡൽസ്? വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബ്രോൺസ് മെഡൽസ് വൺ ബൈ ഇന്ത്യ അറ്റ് ദ 2024 പാരലിമ്പിക്സ്? എത്ര വെങ്കല മെഡൽ നേടി? ഇപ്പൊ ജസ്റ്റ് ഒന്ന് ബ്രോൺസ് എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ ആയി അല്ലെ. ജസ്റ്റ് ഒന്ന് ബി എന്ന് എഴുതിയാൽ മതി. അപ്പൊ 13 നമുക്ക് കിട്ടും. 13 ബ്രോൺസ് മെഡലുകളാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി which Indian athlete defended his title in the men's javelin throw F64 event? ആരാണ് ജാവലിൻ ത്രോ F64 ഇനത്തിൽ സ്വർണം നേടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം എന്തായിരുന്നു? ഏതാണ്? ഓപ്ഷൻ ബി ആണ് സുമിത് ആൻഡിൽ ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലാഗ് ബെയറർ ആയിരുന്നു അല്ലെ. അപ്പൊ ജാവലിൻ ത്രോ F64 ഇനത്തിൽ സ്വർണം നേടിയ വ്യക്തിയാണ് സുമിത് ആൻഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അത്ലറ്റ് ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ മെഡൽസ് അറ്റ് 3 കോൺസിക്യൂട്ടീവ് പാരലിമ്പിക്സ്? തുടർച്ചയായി 3 പാരലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാണ്? തുടർച്ചയായി 3 പാരലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് മാരിയപ്പൻ തങ്കവേലു അല്ലെ. മാരിയപ്പൻ തങ്കവേലു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നുണ്ട്, മാരിയപ്പൻ തങ്കവേലു became the first Indian to win medals at 3 consecutive Paralympic Games, securing a bronze in the high jump in T42 event. ഹൈ ജംപ് T42 ഇനത്തിൽ വെങ്കലം നേടിയ മാരിയപ്പൻ തങ്കവേലു തുടർച്ചയായി 3 പാരലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി എന്ന് പറയുന്നത് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഇനത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വെങ്കലം നേടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ഇനത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വെങ്കലം നേടിയത്? നമ്മളിപ്പോ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ഹൈ ജംപ് T42. ഓർത്തിരിക്കുക, ഏതിനത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വെങ്കലം നേടിയത്? കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അല്ലെ. തങ്കവേലു വെങ്കലം നേടിയത് ഹൈ ജംപ് T42 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ,
Who became India's youngest Paralympic medalist at the 2024 Paris Paralympics? Who became India's youngest Paralympic medalist at the 2024 പാരീസ് പാരലിമ്പിക്സ് 2024 പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരലിമ്പിക്സ് മെഡൽ ജേതാവ് ആരാണ്? ഓർക്കുന്നുണ്ടോ? ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശീതൾ ദേവി അല്ലെ? ശീതൾ ദേവി 2024 പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരലിമ്പിക്സ് മെഡൽ ജേതാവ് ആരാണ്? ശീതൾ ദേവിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്പോർട്ട് ഡിഡ് ശീതൾ ദേവി പാർട്ടിസിപ്പേറ്റ് ഇൻ ടു വിൻ ഹെർ മെഡൽ? ശീതൾ ദേവി ഏത് കായിക ഇനത്തിലാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശീതൾ ദേവി ഏത് കായിക ഇനത്തിലാണ് പങ്കെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ആർച്ചറി അല്ലെങ്കിൽ അമ്പെയ്ത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക. അമ്പെയ്ത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ശീതൾ ദേവി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അഡാ 24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. കാരണം നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പെയ്ഡ് ബാച്ചസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഓണം പ്രമാണിച്ച് നമുക്ക് ഡബിൾ വാലിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 25% ഡിസ്കൗണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് RRB NTPCയുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അഡ 24/7 ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? അത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വരും. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക. അതിൽ സ്റ്റേറ്റ് എക്സാംസ് എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിൽ കേരള എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആപ്പിൽ RRB NTPCയുടെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുക, സ്റ്റോറിൽ പോവുക, ടെസ്റ്റ് സീരീസ് ഓപ്പൺ ചെയ്യുക. അതിൽ RRB NTPC കേരള എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. സ്റ്റോറിൽ പോവുക, ടെസ്റ്റ് സീരീസ് എടുക്കുക, RRB NTPC കേരള എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഫോൾഡർ കാണാം, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വരും. അതിൽ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് വരും. അവിടെ എന്ത് ചെയ്യണം? Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്, ഈ ഒരു ടെസ്റ്റ് പാക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കോഡ് ഓർത്തിരുന്നോളൂ, Y670S എന്ന കൂപ്പൺ കോഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇതിന്റെ എമൗണ്ട് ഇത്രയായിട്ട് കുറയണത് കാണാം. മാക്സിമം ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്ന. കോഡ് മറക്കരുത്, Y670. പിന്നെ ഒരു S കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരി, പിന്നെ നമുക്ക് സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇത്തരം കോഴ്സുകൾക്ക് വേണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. നമുക്ക് SI സ്പെഷ്യൽ ടോപ്പിക് ബാച്ചും അതുപോലെ വേരിയസ് LGS ബാച്ച് ഉണ്ട്, ICDSന്റെ ക്രാഷ് ബാച്ച് ഉണ്ട്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള ബാച്ചുകളാണ്. പിന്നെ 10th പ്രിലിംസ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അവരുടെ ബാച്ചും അവൈലബിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിൽ പോവുക. ഇപ്പൊ കേരള PSC റിലേറ്റഡ് ആണെങ്കിൽ അത്, SSC കേരള ആണെങ്കിൽ അത്, കേരള റെയിൽവേ ആണെങ്കിൽ അത്, ബാങ്ക് എക്സാം റിലേറ്റഡ് ആണെങ്കിൽ അത്. അപ്പോൾ ഇപ്പൊ നമ്മൾ കേരള PSC ഇപ്പോൾ 10th പ്രിലിംസിന്റെ ബാച്ച് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോറിൽ പോവുക, കേരള PSC എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഇതുപോലൊരു ഫോൾഡർ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ബൈ നൗ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണും, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതുപോലെ SSC കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റോറിൽ പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? SSC കേരള സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്പൊ നമുക്ക് ഇതുപോലെ വരും, ഈ ഒരു ഫോൾഡർ വരും. സെലക്ട് ചെയ്യുക, ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്യുക, പകരം Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക, മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ കോഴ്സുകൾക്ക് ഡബിൾ വാലിഡിറ്റി ഉണ്ട്, ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും RRB NTPCയുടെ 5 ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ ജനറൽ PSCയുടെ അവയർനെസ് ബുക്കും ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ മാക്സിമം. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ഡ്രീം ആയിട്ട് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന്റെ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളും നമുക്ക് എന്താണ്? ലൈവ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ലൈവിൽ വരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയാണ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യേണ്ടത്. താല്പര്യമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ,
കേരള മെഗാ പാക്ക് എന്നൊക്കെ പറയുമ്പോൾ കേരള PSC, റെയിൽവേ ബാങ്ക് അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേരള മെഗാ പാക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് RRB NTPC എക്സാംസിന് വേണ്ടിയിട്ട് അതുപോലെ RRB SSC എക്സാംസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് അവൈലബിൾ ആണ്. അത് എടുക്കേണ്ടത് എങ്ങനെയാണ്? സ്റ്റോറിൽ പോവുക, ഒന്നുമില്ലെങ്കിൽ SSC കേരള എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ RRB NTPC എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ബൈ നൗ കൊടുക്കുന്നു. ബൈ നൗ കൊടുത്തിട്ട് കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 5670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്പ് മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഇടയ്ക്ക് വരും. അതുപോലെ തന്നെ ഡൗട്ട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ഡെയിലി ക്വിസുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി Ada247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ KPC ഷുവർ ഷോർട്ട് സെലക്ഷൻ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാത്തിന്റെ ആൻസേഴ്സ് ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്